നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് 2025 ജനുവരി മാസത്തിലെ ഇടവക്കൂറുകാരായ കാർത്തികയുടെ അവസാനത്തെ 3 പാദങ്ങൾ, രോഹിണി, മകയിരത്തിന്റെ ആദ്യത്തെ 2 പാദങ്ങൾ എന്നിവരുടെ നക്ഷത്ര ഫലങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് 2025 ജനുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കാം. സൂര്യൻ ജനുവരി മാസം 14 തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്കും, ചൊവ്വ ജനുവരി 21 തീയതി വക്രത്തിൽ കർക്കിടകത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും, ബുധൻ ജനുവരി 4 തീയതി വൃശ്ചികത്തിൽ നിന്നും ധനുവിലേക്കും, അതിനുശേഷം ജനുവരി 24 മകരത്തിൽ നിന്നും കുംഭത്തിലേക്കും, ശുക്രൻ ജനുവരി 28 കുംഭത്തിൽ നിന്നും മീനത്തിലേക്കും രാശി മാറുന്നു. വ്യാഴം ഇവരുടെ ജന്മക്കൂറിൽ വക്രത്തിലും, ശനി 10ലും, രാഹു 11ലും, കേതു 5ലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഗ്രഹനിലകൾ വെച്ചുകൊണ്ട് ഇടവക്കൂറുകാരുടെ ജനുവരി മാസത്തിലെ ഒരു സാമാന്യമായ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. ഇപ്പോൾ ഈ കൂറുകാരുടെ ജന്മക്കൂറിൽ വ്യാഴൻ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വ്യാഴൻ ഇവർക്ക് 8ഉം 11ഉം ഭാവാധിപനാണ്. 8ാം ഭാവാധിപൻ ജന്മക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമൊക്കെ ഉണ്ടാകുന്നതാണ്. നമ്മുടെ ആരോഗ്യസ്ഥിതി അല്പം മോശമാകാനും സാധ്യതയുമുണ്ട്. കൊളസ്ട്രോൾ, ഡയബറ്റീസ്, ഫാറ്റി ലിവർ പോലെയുള്ള രോഗങ്ങൾ പ്രായമായവരിൽ അല്പം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്ന് വരാം. അതിനാൽ നേരത്തെ ഈ രോഗങ്ങൾക്ക് വേണ്ടി ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നവർ രോഗം മൂർച്ഛിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല, ഇപ്പോൾ ശരീരം അല്പം തടി വയ്ക്കുവാൻ സാധ്യതയുള്ള സമയമായതിനാൽ ആഹാരകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. ഈ കാലഘട്ടത്തിൽ ചെറിയ രീതിയിൽ വ്യായാമം ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി വ്യായാമം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അല്പദൂരം നടക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് തലവേദന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അറിവ് സമ്പാദിക്കുവാനുള്ള ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങൾ ഒരു അധ്യാപകനാണെങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ അറിവ് പകർന്നു കൊടുക്കുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വം കൂടുന്ന സമയവുമാണ്. ഇപ്പോൾ മതപരമായ ചിന്തകളും ആത്മീയപരമായ ചിന്തകളും മുന്നിട്ട് നിൽക്കുന്ന സമയമാണ്. നിഗൂഢമായ ശാസ്ത്രങ്ങളിലുള്ള താല്പര്യവും ഉണ്ടാകുന്നതാണ്. രഹസ്യാത്മകമായ ചില കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുവാനുള്ള ഒരു താല്പര്യവും ഇപ്പോൾ ഉണ്ടാകുന്നതാണ്. റിസർച്ച് ലെവലിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ അനുകൂലമായ സാഹചര്യം തന്നെയാണ്. ലോട്ടറി, ഷെയർ മാർക്കറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായ ലാഭങ്ങൾ ഉണ്ടാകാനും ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടം, ഇൻഷുറൻസ് മുതലായ മേഖലകളിൽ നിന്നും ലാഭമുണ്ടാകാനുള്ള ഒരു സാധ്യതയും ഈ കാലഘട്ടത്തിൽ കാണുന്നു. വിദൂരതയിൽ ഇരിക്കുന്ന ജീവിത പങ്കാളിക്ക് ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിച്ചേരുവാൻ ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ദാമ്പത്യ സൗഖ്യവും ലഭിക്കുന്നു. ഇപ്പോൾ പുതിയ വീട് വാങ്ങുന്നതിനോ പുതിയ വാഹനം വാങ്ങുന്നതിനോ അനുകൂലമായ സമയമാണ്. ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും ഇത് അനുകൂലമായ സമയം തന്നെയാണ്. ജനുവരി മാസം റിയൽ എസ്റ്റേറ്റ് ഡീലുകൾക്ക് പറ്റിയ സമയമാണ്. തൊഴിലിൽ നല്ല ഉയർച്ച ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. വസ്ത്രവ്യാപാരം, ഇന്റീരിയർ ഡെക്കറേഷൻ, ഫാഷൻ ഡിസൈനിങ്, സുഗന്ധവസ്തുക്കളുടെ വ്യാപാരം, ആഭരണ വ്യാപാരം, ബ്യൂട്ടി പാർലർ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അധ്യാപക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് അനുകൂലമായ കാലമാണ്. സിനിമ, സംഗീതം, സാഹിത്യം, നൃത്തം, അഭിനയം തുടങ്ങിയ മേഖലകളിലും യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നിവിടങ്ങളിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവർക്കും ഇപ്പോൾ നല്ല സമയമാണ്. 10ാം ഭാവാധിപൻ 10ൽ സഞ്ചരിക്കുമ്പോൾ കർമ്മ പുരോഗതിയെയാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ലഗ്നാധിപൻ 10ാം ഭാവാധിപനോട് ചേർന്ന് കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ തൊഴിൽ മേഖലയിൽ വളരെ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. 11ലെ രാഹു നിങ്ങൾക്ക് സർവാഭിഷ്ട സാധ്യതകളെയാണ് കാണിച്ചു തരുന്നത്. മാത്രമല്ല, ലഗ്നാധിപനായ ശുക്രൻ ജനുവരി മാസം 28 രാഹുവുമായി ചേരുമ്പോൾ നിങ്ങൾക്ക് നാനാ വഴികളിൽ നിന്നുമുള്ള ലാഭം കിട്ടുവാനുള്ള സാധ്യതകൾ തുറന്നു തരികയാണ്. വാഹനം, വസ്ത്രം, വീട്, സുഗന്ധവസ്തുക്കൾ മുതലായവയുടെ ലാഭവും ഈ 2025 ജനുവരി മാസം ഇടവക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ മഹാവിഷ്ണുവിനെയും ശ്രീധർമ്മശാസ്താവിനെയും പ്രാർത്ഥിക്കുന്നത് ദോഷങ്ങൾ കുറയുവാനും നല്ല ഫലങ്ങൾ വർദ്ധിക്കുവാനും സഹായിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.